നിൻ സ്നേഹിതനാ ഞാൻ നമ്പി സ്ലീവായാൽ നാം വേർപെട്ടു. വെണ്മയണിഞ്ഞോ രക്തത്താ ഉയരരുളി ധൈര്യം പോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. പാപമില്ലാത്ത നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദിനത്തെ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഓർക്കുന്ന ദിവസം. ഒരു വിലാപയാത്ര കാൽവറി കുന്നിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. പിന്നിൽ ഭാരമേറിയ ഓരോ മരക്കുരിശും വഹിച്ച് 3 പേർ അതിനെ അനുഗമിക്കുന്നു. മൂവരിൽ നടുവിൽ നടന്നു നീങ്ങുന്നത് നമ്മുടെ നസ്രായനായ യേശുവാണ്. കാൽവറിയിൽ നാട്ടപ്പെട്ട കുരിശിനെ നമ്മുടെ ദൃഷ്ടി ഉയർത്തി ഒന്ന് നോക്കുമ്പോൾ 3 ചോദ്യങ്ങൾ കുരിശിനെ നോക്കി നാം ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ആ ക്രൂശിൽ കിടക്കുന്നത്? മരണവേദനയിൽ 2 കള്ളന്മാരുടെ മധ്യേ ദാരുണവും അതിക്രൂരവുമായ കുരിശുമരണം ഏൽക്കത്തക്കവണ്ണം അദ്ദേഹം ഒരു കുറ്റവാളിയോ? തൻ്റെ 3.5 വർഷത്തെ പരസ്യ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തവൻ എന്ന് സുവിശേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശന്ന് പൊരിഞ്ഞവരെ കണ്ടപ്പോൾ അവരോട് മനസ്സലിഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തുകയും ജനങ്ങൾ അശുദ്ധൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുകയും പാപികളെ ചേർത്ത് നിർത്തിയവൻ ഇന്നിതാ ആ ക്രൂശിൽ ചെയ്യാത്ത കുറ്റത്തിന് മരണവേദനയോടെ കിടക്കുകയാണ്. ആ ക്രൂശിൽ കിടക്കുന്നത് ദൈവമാണ്. ശതാധിപൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രൻ ആയിരുന്നു എന്ന് നമുക്കും സാക്ഷിക്കാം. രണ്ടാമത്തെ ചോദ്യം, ആ ക്രൂശിനെ നോക്കി നാം ചോദിക്കേണ്ടത് അവിടുന്ന് എന്തുകൊണ്ട് മരിച്ചു എന്നതാണ്. യേശു തമ്പുരാൻ മരിച്ചത് സ്വന്തം കുറ്റങ്ങൾക്ക് വേണ്ടിയോ പാപത്തിനു വേണ്ടിയോ ആയിരുന്നില്ല. വലതുവശത്തെ കള്ളൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആ കാൽവരിയിലെ ക്രൂശിനെ നോക്കി നാം മൂന്നാമത്തെ ചോദ്യം ഇപ്രകാരം ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യേണ്ടു? രണ്ടാമത്തെ ചോദ്യം നമ്മെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. കെന്താ നമസ്കാരത്തിൽ നാം പാടുന്നുണ്ട്, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ. പാപമില്ലാത്ത നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടിയാണ് ബലിയായി തീർന്നത്. അത് മനസ്സിലാക്കുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം ചോദിക്കണം, ഞാൻ എന്താണ് പകരം കൊടുക്കുക? പാമ്പാടി ദേറായിൽ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ ഇപ്രകാരം കുറിച്ചു വച്ചിട്ടുണ്ട്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ നാം സംബന്ധിക്കുമ്പോൾ നമുക്ക് സ്വയം പറയുവാനായിട്ട് സംഗതിയാകണം, എനിക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുവാൻ വേണ്ടി മൂല്യമുള്ളവനായ യേശുനാഥ, ഞാൻ അങ്ങയെ വിട്ട് എവിടെ പോകും? അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് ചെന്നണയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.